ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും വോട്ട് വാങ്ങിയാണ് പാലക്കാട്ട് UDF ജയിച്ചത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അവിടെ എത്ര വോട്ടുണ്ട്? അവർ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തോൽവിയും ജയത്തെ അതെങ്ങനെയെങ്കിലും സ്വാധീനിക്കുമായിരുന്നു. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇതാണല്ലോ ചർച്ച. ഇവിടെ SDP-ക്ക് എത്ര വോട്ടുണ്ടെന്ന് ചോദിച്ചാൽ SDP കൃത്യമായി അവിടെ ഒരു 6000-7000 വോട്ട് അവർക്ക് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റിയ വോട്ട് ഒരു 7000-ഓളം വോട്ട് അവർക്കുണ്ട് അവിടെ. അതിനു പുറമെ അവർ കൃത്യമായി വീടുകളിൽ ചെന്ന് സ്വാധീനിക്കാവുന്ന നിഷ്പക്ഷമതികളോ മതനിരപേക്ഷമതികളോ ആയി ചിന്തിക്കാവുന്ന ഇസ്ലാം മത വിശ്വാസികളായ വീടുകളിൽ ചെന്ന് BJP-യെ ഭയപ്പെടുത്തുന്ന രീതിയിൽ BJP വരാതിരിക്കുന്നതിന് വേണ്ടി UDF വോട്ട് ചെയ്യണമെന്ന നിലയിൽ പ്രചരിപ്പിച്ച് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുമ്പോൾ ഒരു 4000 വോട്ടോളം ആ നിലയ്ക്ക് വരും. അങ്ങനെ ഒരു 10, 11, 12, 12,000 താഴെ വോട്ടുകൾ അവർക്ക് ഈ നിലയിൽ കൈകാര്യം ചെയ്യാൻ പറ്റി എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ ഒന്നും അല്ലല്ലോ പ്രശ്നം എന്താ? ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും പറഞ്ഞു കേട്ടെന്താ, SDP-യുടെ വോട്ട് കൊണ്ടാണോ ഞങ്ങളെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്, SDP-യുടെ വോട്ട് കൊണ്ടാണോ ഞങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത്, SDP-ന്റെ പേരിലാണോ ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നവർ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവോ ഈ പറയുന്ന സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലോ ഈ തെരഞ്ഞെടുപ്പിന്റെ 20-ാം തീയതി വൈകുന്നേരത്തിന് 20-ാം തീയതി തലേന്ന് 19-ാം തീയതി വൈകുന്നേരം വരെ ഈ നാട്ടിലെ മതനിരപേക്ഷ ചിന്തിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ എല്ലാ വക്താക്കളും വിവിധങ്ങളായ ഘട്ടത്തിൽ പറഞ്ഞിട്ടും ഒരു വട്ടമെങ്കിലും SDP-യുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ തയ്യാറായോ? ഞങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങൾ നോക്കൂ, അവരുടെ വോട്ട് വേണ്ട എന്ന് പറയണം ശശി. അവരുടെ വോട്ട് വേണ്ട എന്ന് എന്തിനവർ പറയണം? എന്നിട്ട് എന്തിനാ ഇപ്പൊ ഇന്നും പറയണ്ടല്ലോ SDP-യുടെ വോട്ട് കൊണ്ടാണോ ഞങ്ങൾ ജയിച്ചത് എന്ന് ഇപ്പം ചോദിക്കണ്ടല്ലോ. അങ്ങനെ അത് വേറെ കാര്യം. ശശി നോക്കൂ, ഈ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ഒന്നും ഇവർ ആദ്യമായിട്ടുള്ള അവരെ ഏതെങ്കിലും പാർട്ടികളെ പിന്തുണയ്ക്കുന്നത് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിനു മുമ്പും നിങ്ങളെയും പിന്തുണച്ചിട്ടുണ്ട്, നിങ്ങൾക്കും അവർ വോട്ട് ചെയ്തിട്ടുണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ SDP ആവട്ടെ. ഇനി അവരുടെ വോട്ട് ഞങ്ങൾ ഇന്ന മുന്നണിക്ക് നൽകുമെന്ന് പറയുമ്പോൾ ആ മുന്നണിക്കാർ വേണ്ട, ഞങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്യേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് അവരെന്തിനു പറയണം? അതായത് അവര് തീരുമാനമെടുത്ത് ജമാഅത്തെ ഇസ്ലാമിയോ SDP-യോ തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് വോട്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് തീരുമാനമെടുത്ത് വരുമ്പോഴൊക്കെ അത്തരമൊരു സമീപനം വരേണ്ടതില്ല. ഈ സമീപകാലത്ത് എപ്പോഴെങ്കിലും, അതായത് SDP RSS ഈ കേരളത്തിൽ സമീപകാലം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം എടുത്താൽ അവർ 94-ലാണ് പരസ്യമായി ഏതെങ്കിലും മുന്നണിക്ക് പിന്തുണയ്ക്കുന്നത്. 94-ലെ ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായിരുന്ന PT കുഞ്ഞുമുഹമ്മദിനാണ് അവർ പിന്തുണച്ചത്. 96-ലും ആ പിന്തുണ ആവർത്തിച്ചു. 2001-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ UDF-നും LDF-നും വോട്ട് ചെയ്തിട്ടുണ്ട്. 2006-ൽ എൻ ബ്ലോക്കായി LDF-നാണ് അവർ വോട്ട് ചെയ്തത്. ഏതാണ്ട് അത് 2011 വരെ അത് തുടർന്നിട്ടുണ്ട്. LDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴവർ UDF-ന് വോട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വോട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ അവരും പറയുന്നില്ല. അവിടെയാണ് നിങ്ങൾക്കൊരു വിഷയം മനസ്സിലാക്കേണ്ടത്. ഇവിടെ എന്തുകൊണ്ടാണ് RSS-നെയും SDP-യെയും ഒരുപോലെ എതിർക്കണം പറഞ്ഞത്? എന്തുകൊണ്ടാണ്? SDP ആയി രൂപാന്തരപ്പെട്ടതിന് ശേഷം അതിന് തൊട്ടും ജമാഅത്തെ ഇസ്ലാമിയും നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ വർഗീയമായ ഒരു ചേരിതിരിവുണ്ട്. നമ്മൾ കാണാതെ പോയിക്കൂടാ. അതായത് ജമാഅത്തെ ഇസ്ലാമി SDP എന്നിവർ എന്നു മുതലാണ്. ഞാൻ പറഞ്ഞു പൂർത്തിയായിക്കോട്ടെ ശശി, ഒരു നിമിഷം ചോദിക്കട്ടെ. താങ്കൾ സമീപകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. 2011 വരെ നിങ്ങൾക്ക് വോട്ട് ചെയ്തപ്പോൾ അവർ ഈ വർഗീയ ധ്രുവീകരണം നടത്തുന്നില്ല. 2011-ന് ശേഷം UDF-ന് വോട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അവർ വർഗീയ ധ്രുവീകരണം നടന്നു. അങ്ങനെയാണോ? 2011 വരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാ? ഞങ്ങൾക്ക് അവർ തീരുമാനം ജമാഅത്തെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ? പരസ്യമായി അവർ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വോട്ടിനും ആ പിന്തുണയ്ക്കും ഒരു നിമിഷം ശശി, ആ വോട്ടിനും ആ പിന്തുണയ്ക്കും അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പരസ്യമായി അവരെ താങ്ക് ചെയ്തിട്ടുണ്ട്, നന്ദി പറഞ്ഞിട്ടുണ്ട് 2006-ൽ. അതുകൂടാതെ 94-ലെ പിന്തുണയ്ക്കും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ അവരെ അഭിനന്ദിക്കുകയോട് ചെയ്തിട്ടുണ്ട്. തൊണ്ണൂറ്റിയാറിൽ നിങ്ങൾ പറഞ്ഞത് നന്നായി. 96-ൽ ആ മുഖപ്രസംഗത്തിൽ എന്താ പറഞ്ഞത്? മുഖപ്രസംഗത്തിൽ ആ വോട്ട് ചെയ്തതൊക്കെ ശരി തന്നെ, പക്ഷെ ജമാഅത്തെ ഇസ്ലാമി എന്നത് അവർ മതപരമായി തീരുമാനമെടുക്കുന്നവരാണ്, ആ എടുക്കുന്ന തീരുമാനങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞതും കൂടിയല്ലേ ഈ പാർട്ടി? അല്ല, അങ്ങനെ യോജിപ്പില്ല പറഞ്ഞിട്ടില്ല ശശി. ആ മുഖപ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി എടുക്കുന്ന തീരുമാനം മതപരമായ വീക്ഷണത്തിലൂടെ എടുക്കുന്ന തീരുമാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ തീരുമാനം തെറ്റാണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് വേണ്ട എന്നോ അല്ലെങ്കിൽ അതിനോട് യോജിപ്പില്ല എന്നും പറഞ്ഞിട്ടില്ല. 2006-ൽ PDP, ജമാഅത്തെ ഇസ്ലാമി എന്നിവർ
LDF-നെ പിന്തുണച്ചതിൽ UDF-ന് മതപരമായി എടുക്കുന്ന ഒരു രീതികളോടും പറയട്ടെ. ഒരു നിമിഷം. പിണറായി വിജയന്റെ വാക്കുകളാണ്. ഈ 2006 തെരഞ്ഞെടുപ്പിൽ LDF-ന് ജമാഅത്തെ ഇസ്ലാമിയും PDP-യും പിന്തുണ നൽകിയപ്പോൾ ആ പിന്തുണയിൽ UDF-ന് അസഹിഷ്ണുതയാണ് എന്ന് പറഞ്ഞയാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ.